UDF മന്ത്രിസഭയിൽ ആരൊക്കെയുണ്ട് എന്ന് അല്പസമയത്തിനകം അറിയാം. മന്ത്രിസഭാ രൂപീകരണത്തിൽ നിർണായക ചർച്ച KPCCയിൽ തുടരുകയാണ്. കോൺഗ്രസ് മന്ത്രിമാരിലും ഘടകകക്ഷികൾക്ക് നൽകുന്ന മന്ത്രിമാരുടെ എണ്ണത്തിലും തീരുമാനം ഉടൻ ഉണ്ടാകും. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, PC വിശ്വനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്കും ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. ഉച്ചയോടെ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. നാളെ രാവിലെ 10 മണിക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ മന്ത്രിമാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗവർണർക്ക് വൈകുന്നേരത്തോട് കത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് മന്ത്രിമാരാണെന്ന് നാളത്തോട് വ്യക്തമാവും. KPCC ആസ്ഥാനത്ത് നിന്ന് RB സനൂപ് ചേരുന്നു. സനൂപ്, തിരുവഞ്ചൂർ മന്ത്രിയോ സ്പീക്കറോ എന്ന കാര്യത്തിൽ തീർച്ചയായോ? അജിംസ്, ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഒരു താല്പര്യമൊന്നും തന്നെ പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോഴാണ് മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ സ്പീക്കർ സ്ഥാനം അടക്കം നൽകാമെന്നൊരു കാര്യം അറിയിച്ചത്. എന്തായാലും അതിൽ കുറച്ചുകൂടി ചർച്ചകൾക്ക് ശേഷമായിരിക്കും അതിലൊരു വ്യക്തത വരിക എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലും ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. സമയമൊക്കെ തന്നെ 12:07 ഉച്ചയ്ക്ക് 2 മണിക്ക് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ചർച്ചകൾ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. VD സതീശൻ KPCC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങുകയാണ്. മാധ്യമങ്ങൾ കയ്യിലുള്ളത് മന്ത്രിസ്ഥാനത്തേക്കുള്ളവരുടെ പേരുകളാണോ പട്ടികയാണോ എന്ന് ചോദ്യം ഉന്നയിച്ചു. പക്ഷേ VD സതീശൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. VD സതീശനാണ് നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഗവർണർക്ക് ഈ പട്ടിക കൈമാറേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അദ്ദേഹത്തോട് ചോദ്യം ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോഴും അന്തിമ തീരുമാനമായോ എന്നുള്ള വ്യക്തത ഇല്ല. സനൂപ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അവിടെ നിന്ന്? അജിംസ്, അദ്ദേഹത്തിന്റെ കയ്യിലൊരു കവറുണ്ട്. പക്ഷേ അതിൽ ഈ പറയുന്ന പോലെ ഈ മന്ത്രിമാരുടെ പട്ടികയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അദ്ദേഹം ഒന്നും തന്നെ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ ചർച്ച പൂർത്തിയായെന്നോ അല്ലെങ്കിൽ ആരെയൊക്കെ തീരുമാനിച്ചോ എന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. എപ്പോൾ ഗവർണറെ കാണുമെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്നലെ ദീപാദാസ് മുൻഷി അടക്കം വ്യക്തമാക്കിയിരുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഈ പട്ടിക ഗവർണർക്ക് കൈമാറും, വകുപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമാക്കിയില്ല. പക്ഷേ മുഴുവൻ മന്ത്രിമാരുടെയും ലിസ്റ്റ് കൈമാറുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് ഇന്നലെ രാത്രി കഴിഞ്ഞ മാരത്തൺ ചർച്ച ഇന്ന് രാവിലെയും തുടരുകയാണ്. കോൺഗ്രസിൽ തന്നെ ആരെയൊക്കെ മന്ത്രിയാക്കണമെന്നതിൽ ഇപ്പോഴും ഒരു തർക്കം തുടരുന്നുണ്ട്. വയനാട് നിന്ന് ആർക്കായിരിക്കും പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ള ചർച്ചയൊക്കെ നേരത്തെ തന്നെ IC ബാലകൃഷ്ണനും T സിദ്ദിഖും KPCCയിൽ വന്ന് ഇരു കൂട്ടർക്കും പറയാനുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. പട്ടികവർഗ പ്രതിനിധിയായിട്ട് തന്നെ മന്ത്രിയാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് IC ബാലകൃഷ്ണൻ KPCCയിൽ ഉന്നയിച്ചത്. T സിദ്ദിഖിന്റെ കാര്യം പഠിക്കുമ്പോൾ T സിദ്ദിഖിനെ വേണോ അതോ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കണമോ എന്നുള്ള കാര്യം കൂടി KPCCയുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോഴും ആ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ആരെയൊക്കെ ആയിരിക്കും മന്ത്രിയാക്കുന്നത്? AP അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റാണ്. AP അനിൽകുമാർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മന്ത്രി ആവുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് സജീവ പരിഗണനയിലോ അദ്ദേഹം മന്ത്രിയാവുമെന്നാണ് നിലവിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ 11 മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ചുരുക്കപ്പട്ടിക ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൽ തന്നെ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കുമോ സ്പീക്കർ എന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഉച്ചയോടുകൂടി ഗവർണറെ കാണും, ഗവർണർക്ക് പട്ടിക കൈമാറുമെന്നാണ് നേരത്തെ VD സതീശൻ പറഞ്ഞത്. അതിനുള്ള സമയമായിരിക്കുന്നു. പട്ടിക പൂർത്തിയായിട്ടുണ്ടോ? അജിംസ്, ഇപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചിരുന്നു ഇതിനിടയ്ക്ക്. ഇപ്പോൾ അദ്ദേഹം ഇറങ്ങി എന്ന് പറഞ്ഞതിനിടയിൽ ഒരാളെ വിളിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് അതിനകത്ത് ഒരു അന്തിമ രൂപമായിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ ആയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 1-2 ഫോൺ കോൾ കൂടി ഇതിനകത്ത് വിളിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് അല്പസമയത്തിനകത്തിന് ഇങ്ങോട്ട് വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. 2 മണിക്ക് ഉള്ള സമയമാണ് നിലവിൽ ഗവർണറോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ എത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് 2 മണി സമയമാണ്. ആ സമയത്തിനുള്ളിൽ ധാരണയായാൽ മതിയാകും. ഇപ്പോൾ 12 മണിയായി, ഇനി 2 മണിക്കൂർ സമയമുണ്ട്. ഓരോ മണിക്കൂറും നിർണായകം തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് കൈമാറും എന്ന് അദ്ദേഹം ഇന്നലെ തുടർച്ചയായി തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എങ്ങനെയും കൈമാറാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് പോർട്ട്ഫോളിയോ തീരുമാനിച്ചില്ലെങ്കിൽ പോലും മന്ത്രിമാരുടെ എണ്ണം അവിടെ കൃത്യമായിട്ട് നൽകേണ്ടതുണ്ട്. അത് നൽകുമായിരിക്കും എന്ന് കണക്കാക്കാം. കാരണം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഇത് കൊടുത്താൽ മാത്രമേ പൊതുഭരണ വകുപ്പിനും മറ്റും ഒക്കെ അവർക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പോകാനുള്ള വാഹനം അടക്കം ക്രമീകരിക്കേണ്ടതുണ്ട്, അവരുടെ ഓഫീസ് ക്രമീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ അതിനകത്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് നൽകണം. നാളെ സത്യപ്രതിജ്ഞ ആയതുകൊണ്ട് ഇന്നത് നൽകണം. പെട്ടെന്ന് നടക്കും എന്നാണ് ഇന്നലെ കരുതിയിരുന്നത്. പക്ഷേ ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാകാം. വിളിച്ച 1-2 വിളി കൂടി നടക്കുമ്പോഴത്തേക്ക് നമുക്കതിനകത്തൊരു വ്യക്തത ഉണ്ടാകും എന്തൊക്കെയാണ് തീരുമാനം എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കൂടിക്കാഴ്ചയിൽ അതിനകത്തൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എന്താണ് തീരുമാനമെന്ന് ഞാൻ അല്പസമയത്തിനകം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നൗഫൽ, യെസ്, നമുക്ക് സനൂപിലേക്ക് പോവാം. സൈഫിന് കുറച്ച് കോളുകൾ വരാനുണ്ട് അജിംസെ. ആ കോൾ നിർണായകമായ കോളുകൾ വരാനുണ്ട്. ശരി. സനൂപ്, KPCCയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? വി ഡി സതീശൻ അല്പം മുമ്പ് പുറത്തിറങ്ങി പോകും നമ്മൾ കണ്ടു. സണ്ണി ജോസഫ് അടക്കമുള്ളവർ അവിടെ ഉണ്ടോ? നൗഫൽ, അജിംസ്, ഇപ്പോഴും സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും ഇവിടെ തുടരുകയാണ്. നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു വിവരപ്രകാരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാനെയാണ് പരിഗണിക്കുന്നു എന്നുള്ളൊരു സൂചന ലഭ്യമായിട്ടുണ്ട്. എൻ ശക്തിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല. പകരം ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആവാനുള്ള ഒരു സാധ്യത മുന്നിൽ തെളിയുന്നുണ്ട്. എന്നാൽ പോലും ബാക്കി മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. IC ബാലകൃഷ്ണൻ ആയിരിക്കുമോ, T സിദ്ദിഖ് ആയിരിക്കുമോ വയനാട് നിന്നുള്ള മന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ഒരുപക്ഷെ IC ബാലകൃഷ്ണൻ തന്നെയാണ് സാധ്യത കൂടുതൽ. രമേശ് ചെന്നിത്തലയുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഈ ചർച്ച നടക്കുന്നിടത്ത് ഉണ്ട്. അത് IC ബാലകൃഷ്ണൻ തന്നെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ മന്ത്രിയാവാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. പട്ടികവർഗ വിഭാഗം എന്ന് കൂടി കണക്കിലെടുത്തുകൊണ്ട് IC ബാലകൃഷ്ണനെ പരിഗണിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാനാണോ T സിദ്ദിഖാണോ എന്ന കാര്യവും നേരത്തെ ചർച്ചയിൽ വന്നിരുന്നു. പക്ഷേ ഷാനിമോൾ ഉസ്മാന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന.